നമസ്കാരം. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഷേക്സ്പിയർ ഹൃദയ വിശുദ്ധിയെ കുറിച്ചിട്ടാണ് ഇതിൽ സംസാരിച്ചതെങ്കിലും നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒരു പരിധിവരെ നമ്മുടെ ഹൃദയ ആരോഗ്യം മോശപ്പെടുത്താനാണ് സഹായിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടവർക്കും അത് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഒരു ആയുർവേദ രഹസ്യക്കൂട്ട് പറയട്ടെ. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അത്രയേറെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിനെ സംരക്ഷിക്കാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 100 മീറ്റർ നടന്നാലോ ഒക്കെ തന്നെ കിതപ്പ് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസത്തിൽ വേരിയേഷൻ വരുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ ശരീരത്തിൽ നീർക്കെട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു, ഹൃദയ ആരോഗ്യം കുറഞ്ഞു വരുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, പ്രഷർ, അതുപോലെ ഡയബറ്റിക് ആണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മരുന്ന് കഴിച്ചിട്ട് മാറാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണേ. എന്നത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമായിരിക്കും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആയുർവേദ കൂട്ട് നിങ്ങൾക്ക് ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി സഹായിക്കും. ഇത് പരിചയപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ചില ശീലങ്ങൾ നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു 50% നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കാം. ഇത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു 7 സിമ്പിളായിട്ടുള്ള 7 പോയിന്റുകളുണ്ട് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി. ഇതിൽ ആദ്യത്തെ 3 നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും, രണ്ടാമത്തേത് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും, ഡയബറ്റീസ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാനുമാണ് പറയുന്നത്. 4 സ്മോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയും, 5 ഒരു 20 മിനിറ്റെങ്കിലും ദിവസത്തിൽ അല്പം ഒന്ന് നടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 6 ഹെൽത്തി ആയിട്ടുള്ള ക്വാളിറ്റി മീൽസ് അല്ലെങ്കിൽ ക്വാളിറ്റി ഫുഡ് ഫോളോ ചെയ്യുക. 7ാമത്തേത് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് നോർമലാക്കി, നമ്മൾ BMI നോക്കിയിട്ട് ഓവർ വെയിറ്റ് ഇല്ലാണ്ട് വെയിറ്റ് നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരം 7 കാര്യങ്ങളാണ് പറയുന്നത്. ഇത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് നമ്മളുടെ ചില ആഹാര രീതികളാണ്. അതിഉഷ്ണ ഗുരു അന്ന കഷായ തിക്ത ശ്രമ അഭിഘാത അധ്യശന പ്രസംഗ എന്നുള്ളത് ചരക ചികിത്സയിൽ പറയുന്നുണ്ട്. വളരെ ചൂടുള്ള ആഹാരങ്ങൾ, അതുപോലെ അമിതമായിട്ട് പുളിയുള്ളതും കഷായ രസമൊക്കെ ഇത് അധികമായിട്ട് കഴിക്കുന്നവർ, ഫിസിക്കൽ മെൻ്റൽ ട്രോമയുള്ള ആളുകൾ, ഇവർക്കൊക്കെ തന്നെ ഹൃദയ ആരോഗ്യം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധികമായിട്ട് സ്ട്രെസ് ഉള്ള ആളുകളിലൊക്കെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഇതിൽ അമിതമായിട്ട് ഉപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്, നമുക്കറിയാം പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഹൃദയ പേശികൾക്ക് നല്ലതാണ്. അതുപോലെ അമിതമായിട്ടുള്ള ഉപ്പടങ്ങിയിട്ടുള്ളതാണ് ഫാസ്റ്റ് ഫുഡുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശീതള പാനീയങ്ങളിൽ ഉള്ള മധുരം കൂടുതലായിട്ടുള്ളതുപോലെ ഉപ്പും തന്നെ ഇത്തരം ടിൻഡ് ഫുഡിലും ഒക്കെ തന്നെ അമിതമായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ ബേക്കറി പദാർത്ഥങ്ങൾ ഒക്കെ മുഴുവനായിട്ടും അത് ഡീപ്പ് ഫ്രൈ ചെയ്ത് ഓയിലിൽ ചെയ്തെടുക്കുന്നതാണ്, റീഹീറ്റ് ചെയ്തെടുക്കുന്ന ഓയിലുകളാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രീയമായ രീതിയിൽ പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതായത് സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ഇതിൽ പലരും പല ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലൊന്ന് പറഞ്ഞു വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മനസ്സിലാക്കണം. അമിതമായിട്ടുള്ള ഫുഡ് എടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ വയറിന് വിശക്കുന്ന സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. ഇതിന് നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് നേരത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കറക്റ്റ് സമയത്ത് എണീക്കാനും അതേ സമയത്ത് വിശപ്പ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാനും ഒക്കെ തന്നെ നമ്മുടെ ബോഡി തന്നെ നമുക്ക് സൂചനകൾ തരും. തോന്നിയതുപോലെ എണീക്കുകയും തോന്നുമ്പോൾ കഴിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ബയോളജിക്കൽ ക്ലോക്ക് ഒരിക്കലും വർക്കാവില്ല. അങ്ങനെയുള്ളവർക്കാണ് കറക്റ്റായിട്ടുള്ള എൻസൈംസ് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല, വിശപ്പ് ശരിയായ അളവിൽ വരില്ല, അമിതമായിട്ട് ഭക്ഷണം, ഇടയ്ക്ക് തോന്നുന്ന വിശപ്പ് കാരണം അമിതമായിട്ട് ഫുഡ് കഴിക്കും, ഇങ്ങനെയുള്ള ഓവർ ഈറ്റിങ്ങും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതിനാണ് കറക്റ്റ് സമയത്തിന് കഴിക്കാനുള്ള ആ ഒരു റുട്ടീൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ കഴിക്കേണ്ട ആഹാരം രാത്രി കാലങ്ങളിൽ ഓവറായിട്ട് ബോഡിക്കുള്ള പണി കൊടുക്കാതിരിക്കുക. ഒരു 7 മണിയാവുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ തീർക്കുക എന്നുള്ളതാണ്. അതും ദഹിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങൾ. ഇനി ഭക്ഷണം എടുക്കുന്ന സമയത്ത് അതിൽ ഒരു ചെറിയ പോർഷൻ കാർബോഹൈഡ്രേറ്റ്, കുറച്ച് പോർഷൻ പ്രോട്ടീന്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പം അതിൽ നമുക്ക് റൈസ് വരാം, അല്ലെങ്കിൽ ചപ്പാത്തി, പത്തിരി, പുട്ട്, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഒരു ചെറിയ പോർഷൻ പ്രോട്ടീൻ ആവാം. പ്രോട്ടീന് ചിക്കനും മീനും മുട്ടയും വേണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം പയറുവർഗ്ഗങ്ങളാവാം, അത് മാറ്റി വയ്ക്കുക. ഇനി അതുപോലെ തന്നെ ഇലക്കറികൾ, വെജിറ്റബിൾസ് ആവാം. അതുപോലെ
അല്പം ഫ്രൂട്ട്സും, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നമുക്ക് കുറച്ച് എടുക്കേണ്ടി വരുള്ളൂ. ഇത് ചോറ് ഒരുപാട് നമ്മളെപ്പോഴും പറയുന്നത് ആ ഒരു കറി മതി ഒരു പറ ചോറുണ്ണാൻ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ ആ കറികളൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് അല്പം ചോറ് എടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ഫുഡ് റൂട്ടീൻ മാറ്റാൻ ശ്രമിക്കുക. എല്ലാം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ കഴിക്കുന്നത് മിതമായിട്ട് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറ്റിൽ ഓവർ കോൺഷ്യസ് ആവേണ്ട ഒരാവശ്യം വരുന്നില്ല. ഇതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ആഹാരങ്ങൾ കഴിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ECG, ട്രോപ്പോണിൻ ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ, അതിന് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഹൃദയത്തിന് ഇത് ചെയ്തു നോക്കാവുന്നതാണ്. 25 കിലോ വെയിറ്റിന് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാമെങ്കിലും ചില കേസിൽ വെള്ളം ഇത്രേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ആ രീതിയിൽ കഴിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്തുക തന്നെ വേണം. ഇനി അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ സംശയം തോന്നി നിൽക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ചില സമയത്ത് നമ്മൾ ഹൃദയം ഇരിക്കുന്നത് ഇടതുവശത്താണെങ്കിലും നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന വേദന എന്ന് പറയാൻ വയ്യ, ഒരു കടച്ചിലോ അല്ലെങ്കിൽ ഒരു എരിച്ചിലോ ഒക്കെ തന്നെ, നെഞ്ചെരിച്ചിൽ പോലെയൊക്കെയാണ് ഇത് തോന്നുക. അതിന് നമുക്ക് നെഞ്ചിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടാണ് ഈ ഒരു കാര്യത്തെ തോന്നാറുള്ളത്. വളരെയധികം എരിച്ചിൽ അനുഭവപ്പെടും. അത് കുറേ സമയം മാറാണ്ട് നിൽക്കും. പലപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുന്ന ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചിലർക്ക് ഇത് താടിയെല്ലിന് താഴെയൊക്കെ തന്നെ ഒരു എരിച്ചിൽ പോലെ തോന്നപ്പെടാം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട് താടിയെല്ലിൽ 2 കൈകളിലേക്കും തന്നെ ഒരു റേഡിയേറ്റിംഗ് പെയിനോ കടച്ചിലോ എരിച്ചിലോ ഒക്കെ തന്നെ 2 കൈകളിലേക്കും വരാം, ഒരു കയ്യിൽ മാത്രമല്ല. ഈ രീതിയിലൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള റെമഡികളൊന്നും നോക്കി ഗ്യാസിനുള്ള റെമഡിയൊന്നും ചെയ്തിരിക്കരുത്. നിങ്ങൾക്ക് നേരിട്ട് അടുത്തുള്ള ഒരു ഡോക്ടറിനെ സമീപിക്കാവുന്നതാണ്. വെളുത്തുള്ളി, ബാർലി, ചെറുപയർ അല്ലെങ്കിൽ കയ്പ, പുളിയുള്ള വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, പിങ്ക് സോൾട്ട്, ഇതിൽ മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കായം, മല്ലി, ജീരകം, പുളിയുള്ള മാങ്ങ, ഡേറ്റ്സ്, ഉണക്കമുന്തിരി, ഇതൊക്കെ ഹൃദ്യ ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ഈ പറയാൻ പോകുന്നത് ആണ് നമ്മുടെ ആയുർവേദ ഒരു കൂട്ടാണ്. അതിൽ നീർമരുതിനെ കുറിച്ച് അറിയായിരിക്കും, പലരും കേട്ടിട്ടുള്ള ഒരു ഔഷധമായിരിക്കും. ഈ നീർമരുത് ചെത്തിയെടുത്തിട്ടുള്ളത് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഹൃദ്യഗണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപ് കാലങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഔഷധമാണ്. ഇത് കഫപിത്ത വികാരങ്ങൾ ശമിപ്പിക്കാനും ഹൃദയപേശീൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് അതിൻ്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. മൂത്രളമായിട്ടുള്ളതാണ്. ചർമ്മരോഗം, വിഷം, ജ്വരം ഇവയൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ മുറിവ് കൂട്ടിച്ചേർക്കാനും ഒടിഞ്ഞ അസ്ഥിയെ വരെ സംയോജിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. നീർമരുത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു 10 ഗ്രാം എടുക്കാം. അതുപോലെ പാലാണെങ്കിൽ ഒരു 80 മില്ലി ലിറ്റർ, വെള്ളം 320 മില്ലി ലിറ്റർ, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഈ കാര്യം അതിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വെള്ളം മുഴുവനായിട്ടും വറ്റി ആ 80 മില്ലി ലിറ്റർ ആയിട്ട് നമ്മൾ പാലിൻ്റെ അതേ അളവിൽ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ലശുവിന ക്ഷീരഭാഗ പോലെ തന്നെയുള്ള കാര്യമാണ്. നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം 2 നേരമായിട്ട് പകുതിയായിട്ട് ഇത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഹൃദയപേശികളുടെ ഒക്കെ തന്നെ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹൃദ്യമായിട്ടുള്ള ഈ ഒരു ഔഷധ പ്രയോഗം നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ഈ ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത് നീർമരുതും അതുപോലെ തന്നെ വേങ്ങാക്കാതലും വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടും കൂടെ സമം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെള്ളം പകുതിയാക്കി വറ്റിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാനും അതുവഴി ഉണ്ടാവുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഏറെ വിശേഷപ്പെട്ട ഒരു മരുന്നാണ്. കൊളസ്ട്രോൾ നമുക്ക് എപ്പോഴും തന്നെ ഹൃദയത്തിലെ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണല്ലേ. രക്തത്തിൽ കാണുന്ന കൊഴുപ്പാണ് ഈ കൊളസ്ട്രോൾ. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നീർമരുതും അതുപോലെ തന്നെ വേങ്ങാക്കാതലും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ പാലിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നീർമരുതിൻ്റെ തൊലി തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട്
തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവുന്നതുമാണ്. ഈ നീർമരുതിൻ്റെ തൊലി തന്നെ 25 ഗ്രാം 240 മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് ഒരു 60 മില്ലി ആക്കി വറ്റിച്ച് പിന്നീട് ഒരു 30 മില്ലി വീതം രാവിലെയും വൈകിട്ടും ഒക്കെ പതിവായിട്ട് കുടിച്ചാൽ ഹൃദ്രോഗം മാത്രമല്ല, വിളർച്ച, നീര്, രക്തസ്രാവം, മറ്റുള്ള പൈത്തിക വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറ്റാൻ നല്ലതാണ്. ഇനി തൊലി ഉണക്കി പൊടിച്ചൊരു 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ ദിവസവും 3 നേരം വീതം കഴിച്ചാലും മുകളിൽ പറഞ്ഞിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ തന്നെ ശമനം കിട്ടുന്നുണ്ട്. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഔഷധ പ്രയോഗങ്ങൾ ചെയ്യുന്നതിന് കൂടെ തന്നെ കുറഞ്ഞ രീതിയിലുള്ള ഒരു എക്സസൈസും അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള ചില ഹെൽത്തി ആയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരശീലങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹൃദയ ആരോഗ്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങൾ, ഡയബറ്റീസ്, അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ, കൊളസ്ട്രോൾ അധികമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കുറയ്ക്കാനും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.